ഒരു പാന് ചൂടായി വരുമ്പോൾ അതിലോട്ട് സേമിയ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് നിന്ന് ഇളക്കിക്കോ. ഇളക്കുക എന്ന് പറഞ്ഞാലും പോരടോ കുറേ നേരം അങ്ങോട്ട് നിന്ന് ഇളക്കണം. എന്നാലാണ് ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു കളറൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു അടിക്കട്ടിയുള്ള പാത്രം വെച്ചിട്ട് 3/4 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം പാലും ഒരു അരപ്പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി വീണ്ടും തുടങ്ങി ഇളക്കൽ. അങ്ങനെ ഇളക്കി നിൽക്കുമ്പോഴായിരുന്നു കെട്ടിയോൻ്റെ എൻട്രി. എന്നിട്ടോ കുറേ ഇൻസ്ട്രക്ഷനും. പായസം കട്ട പിടിക്കരുത്, ചൂടാറിക്കഴിഞ്ഞാൽ കട്ടയാവരുത്. അവസാനം ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങളുണ്ടായിക്കോ പായസം, ഞാൻ കുടിക്കാമെന്ന്. അത് കേട്ടതും ആളുമെല്ലാം അവിടെ നിന്ന് പോയി കേട്ടോ. നമ്മളവിടെ കളി. പായസം കട്ട പിടിക്കാണ്ടും തണുത്ത് കഴിഞ്ഞാലും ആ ഒരു എന്താ പറയുക പായസത്തിൻ്റെ കൺസിസ്റ്റൻസി തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കൈവിടാതെ മക്കളെ ഇത് ഇങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കണം. അതാണ് അതിനുള്ളൊരു ടിപ്സ്. സേമിയൊക്കെ ഒന്ന് വെന്തൂന്ന് തോന്നുമ്പോൾ നമുക്കതിലോട്ട് ഏലക്കപ്പൊടിയും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പിന്നീട് ഒന്ന് തിളപ്പിച്ച ശേഷം ഇറക്കി വയ്ക്കുക. ഇനി നമുക്കിതാ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കണം. അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ മാറിയ ശേഷമാണ് കേട്ടോ മുന്തിരി ഇട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. ആ നെയ്യോട് കൂടിയിട്ടുള്ള മിക്സും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ പായസം എന്താ ഇവിടെ സെറ്റായി. ഇനി തണുത്താലും ശരി തണുപ്പിച്ചാലും ശരി ഞങ്ങൾ കട്ടയാവില്ല. അപ്പോൾ അത്രയുള്ള കിപ്പിറ്റാ.